OnePlus Nord wired earphones in unboxing and overview ആണ് ഇന്നത്തെ വീഡിയോ. 799 രൂപയ്ക്ക് ഞാൻ ആമസോണിൽ നിന്നാണ് ഇത് വാങ്ങിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുവാണെങ്കിൽ 1000 രൂപയ്ക്കുള്ളിൽ നമ്മളൊരു വയേർഡ് ഇയർഫോൺ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഈ ഒരു OnePlus Nord ഇയർഫോൺസ് വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ സവിശേഷത എന്ന് മനസ്സിലാവുന്നതാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോട്ടൊക്കെ ജസ്റ്റ് ഷെയർ ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എന്തായാലും അൺബോക്സിംഗ് ഇപ്പോൾ ഓവർ ഹെഡ് വെച്ച് കാണിച്ചു തരേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. കാരണം വെച്ചാൽ ഇതിനകത്ത് എന്തായാലും ഒരു ഇയർഫോണും അതുപോലെ തന്നെ രണ്ട് ഡിഫറൻറ്റ് സൈസസിലുള്ള ഇയർ ടിപ്സുകളും ഒരു യൂസർ ഗൈഡും മാത്രമേ കാണത്തുള്ളൂ. എന്തായാലും ബേസിക് ആയിട്ട് ഇപ്പോഴേ ഈ ഒരു ബോക്സ് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ നോർമലി ഉള്ള നോട്ട് സീരീസിലുള്ള ഇയർഫോണുകൾ കിട്ടുന്ന അതേ ആ ഒരു പാറ്റേണും അല്ലെങ്കിൽ ആ ഒരു കളർ തന്നെയാണ്. ഏറ്റവും മുകളിലായിട്ട് ആ ഒരു ബ്ലാക്കും താഴെ ആ ഒരു ബ്ലൂവും, അതായത് ഒരു ബ്ലാക്ക് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിലാണ് ഏറ്റവും മുന്നിലായിട്ട് OnePlusന്റെ ലോഗോയും അതുപോലെ തന്നെ പ്രോഡക്റ്റിന്റെ ഫോട്ടോയും OnePlus Nord ഇയർഫോൺസ് എന്നൊക്കെ തന്നെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. പുറകിൽ നോക്കുകയാണെങ്കിൽ മന്ത് ആൻഡ് ഇയർ ഓഫ് ഇമ്പോർട്ട് എന്ന് പറയുന്നത് ജൂൺ 2022. മാക്സിമം റീറ്റെയിൽ പ്രൈസ് ഇവിടെ കൊടുത്തിരിക്കുന്നത് 1299 രൂപയാണ്. എന്നാൽ 799 നമുക്ക് ഇപ്പോൾ ഇത് കിട്ടുക. ഇനി ബോക്സ് അങ്ങോട്ട് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇതേ കണ്ട ഇത്രയേ ഉള്ളൂ. നമ്മുടെ പ്രോഡക്റ്റ് ഇവിടെ അങ്ങോട്ട് ഇരിപ്പുണ്ട്. കൂടെ കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ റിയൽമി ടെക് ലൈഫ് അതുപോലെ ഡിസോ എല്ലാത്തിലും ഇതുപോലെ ഈ ബോക്സ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇതുപോലത്തെ ഒരു സംവിധാനം ഉള്ളതാണ് ആക്സസറീസ് വയ്ക്കാനുള്ള ഒരു കമ്പാർട്ട്മെന്റ്. നല്ല രസമുണ്ട് അത് കാണാനായിട്ട്. ഇതേ ഒരു യൂസർ ഗൈഡ് ഉണ്ട്, അതുപോലെ തന്നെ റെഡ് കേബിൾ ക്ലബ് എന്ന് പറഞ്ഞിട്ടൊരു വാറന്റി രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു സംഭവം, കൂടാതെ രണ്ട് ഡിഫറൻറ്റ് സൈസിലുള്ള ഇയർ ടിപ്സുകളും ഉണ്ട്. അപ്പോൾ അതെ ഇതാണ് നമ്മുടെ ഇയർ ഫോൺ എന്ന് പറയുന്നത്. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡിസൈൻ ആണ്, അതിൽ വേറൊരു സംശയമില്ല. ഇവർ തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഈ ഡിസൈൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ OnePlus ബുള്ളറ്റ് വയർലെസ് സി ഉണ്ടല്ലോ, അത് തന്നെയാണ്. നിങ്ങൾക്ക് വയർലെസ് ഇയർഫോൺ വാങ്ങിക്കാൻ 2000 രൂപയാണ്, അത് 1899 രൂപയ്ക്ക് ഓഫർ സമയത്ത് കിട്ടും. എന്നാൽ നിങ്ങളുടെ കയ്യിൽ അത്രയും കാശില്ലെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു ഡിസൈൻ ഉള്ളൊരു സംഭവം വേണമെങ്കിൽ ഈ ഒരു വയേർഡ് ഇയർഫോൺ 799 രൂപയ്ക്ക് വാങ്ങിക്കാൻ സാധിക്കുന്നതാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗ്ലോസി ഫിനിഷ്ഡ് ഇയർബഡുകളാണ്. കൂടാതെ 9.2 mm ഡൈനാമിക് ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് ഈ രണ്ട് ഇയർബഡുകൾ നമുക്ക് ലഭ്യമാകുക. അതുപോലെ തന്നെ ആ ഒരു ബ്ലാക്കിഷ് ഗ്രേ കളറിലുള്ള ഇയർ ടിപ്പുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി താഴേക്ക് വരുമ്പോഴത്തേക്കുള്ള OS എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല OS തന്നെയാണ്. നമ്മുടെ ഈ ഒരു ഭാഗം വരെ, അതായത് നമ്മുടെ T ജംഗ്ഷൻ വരെ ഉള്ളത്. അതിനകത്ത് ഒന്നിലാണ് നമ്മുടെ ഇൻലൈൻ കൺട്രോൾ പാനൽസ് ഉള്ളത്. ഏറ്റവും മുന്നിലായിട്ട് ഏറ്റവും മുകളിൽ പ്ലസ് ബട്ടണും അതുപോലെ തന്നെ നടുക്ക് MFBയും അടിയിലായിട്ട് മൈനസ് ബട്ടണും ഉണ്ട്. ഇതെല്ലാം സത്യം പറഞ്ഞാൽ ഓവറോൾ കാണാനായിട്ട് നമ്മുടെ OnePlusന്റെ ബുള്ളറ്റ് വയർലെസ് സി തന്നെയാണ്. പിന്നെ ഈ ഒരു മെയിൻ കോഡിലേക്ക് വരുവാണെങ്കിൽ ഇത് ബ്രൈഡഡ് ആണ്. ആക്ച്വലി ഇവർ എവിടെയും തന്നെ മെൻഷൻ ചെയ്തിട്ടില്ലായിരുന്നു, പക്ഷേ ഇത് 1 മീറ്റർ അടുപ്പിച്ചിട്ട് ആക്ച്വലി നീളമൊക്കെ നമുക്ക് ഈ ഒരു മെയിൻ കോഡിൽ കാണാം. ബ്രൈഡഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങോട്ട് ചീത്തായി പോകേണ്ട ചാൻസസ് വളരെ കുറവാണ്. കൂടാതെ സിൽവർ പ്ലേറ്റഡ് 3.5 mm ഓഡിയോ ജാക്ക് നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഫിസിക്കലി ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ വെയറിംഗ് കംഫർട്ടിലേക്ക് വരുവാണെങ്കിൽ ഇത് വളരെ കംഫർട്ടബിൾ ആയിട്ട് എന്റെ ചെവിയിൽ അങ്ങോട്ട് ഇരിപ്പുണ്ട്. പാസീവ് നോയിസ് ക്യാൻസലേഷൻ നല്ല രീതിക്ക് വർക്ക്ഔട്ട് ആവുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കൂടുതൽ നേരം ഉപയോഗിച്ചാൽ അങ്ങനെ വലിയ ഡിസ്കംഫർട്ട് ഉണ്ടാകത്തില്ല. ഇനി ഇതിന്റെ മ്യൂസിക് ക്വാളിറ്റിയിലേക്ക് വരുവാണെങ്കിൽ വളരെ നല്ലൊരു റിച്ച് ക്വാളിറ്റിയിലുള്ള ഒരു മ്യൂസിക് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. പിന്നെ SBC കോഡക്ക് അല്ലെങ്കിൽ AAC കോഡക്ക് എന്നുള്ളൊരു സംഭവം നമുക്ക് ഇതിൽ വേണ്ട. കാരണം വെച്ചാൽ ഇത് വയേർഡ് ഇയർഫോൺ ആണ്. സോ നമ്മളൊരു 100% ഇട്ട് കേട്ടാലും നല്ല രീതിക്ക് ആ ഒരു പതർച്ചയൊന്നും ഇല്ലാണ്ട് എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടും. 9.2 mm ഡൈനാമിക് ഡ്രൈവേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ. എന്നാൽ നിങ്ങളൊരു 50% പാട്ട് കേൾക്കുമ്പോഴത്തേക്ക് ഭയങ്കര എൻഹാൻസ്ഡ് അല്ല, ഒരു ചെറിയൊരു ലോ ലെവലിലാണ് കേൾക്കുന്നത്. പക്ഷെ ഒരു റൂമിൽ അല്ലെങ്കിൽ സൈലന്റ് ആയിട്ടുള്ള പ്ലേസിൽ നമുക്ക് ആക്ച്വലി 50% ഇനഫ് ആണ്. ഒരു 70ക്ക് മുകളിൽ നമ്മൾ വോളിയം അപ്പ് ചെയ്യുമ്പോഴാണ് ആ ഒരു എന്താ പറയുക അത്യാവശ്യം നല്ല രീതിക്കുള്ളൊരു എൻഹാൻസ്ഡ് ആയിട്ടൊരു ഔട്ട്പുട്ട് കിട്ടുന്നത്. ബേസ് ഡോമിനേറ്റഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസ് ഡോമിനേറ്റഡ് ആണ്. എന്നാൽ നിങ്ങൾ ആ ഒരു ബോട്ടിലൊക്കെ അനുഭവിച്ചിട്ടുള്ളൊരു ബേസ് ഉണ്ടല്ലോ, ആ അത്രയും അമ്മാതിരി ഒരു ബേസ് ഇല്ല. എന്നാൽ നമുക്ക് ഇത് വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ റിയൽമി ബഡ്സ് 2 ആയിട്ടാണ്. കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയിൽ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ അൺബോക്സ് ചെയ്യുന്ന സമയത്ത് മറ്റൊരു പ്രോഡക്റ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ റിലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയും റിയൽമി ബഡ്സ് 2 ആയിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് റിലേറ്റ് ചെയ്യാൻ പറ്റുക. റേറ്റ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ MI ഡ്യുവൽ ഡ്രൈവറാണ്. പക്ഷേ ഒരിക്കലും MI ഡ്യുവൽ ഡ്രൈവറിൻ്റെ ആ ഒരു സൗണ്ട്, അതായത് കുറച്ച് എൻഹാൻസ്ഡ് ആണ് ഇതിനേക്കാളും, അതുപോലെ തന്നെ ബേസ് ഡോമിനേറ്റഡ് ആണ് അവിടെ. അതും വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരിക്കലും എന്താ പറയുക നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആകെ ഈ ഒരു റിയൽമി ബഡ്സ് 2 വെച്ചിട്ട്. പിന്നെ ഡിസൈൻ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ആ ഇയർബഡുകളുടെ ഡിസൈൻ മാത്രമാണ് വ്യത്യാസം. ബാക്കി എല്ലാം തന്നെ ഓൾമോസ്റ്റ് ലൈക്ക് സെയിം ആണ് ഈ റിയൽമി ബഡ്സ് 2ഉം അതുപോലെ തന്നെ OnePlusന്റെ നോഡ് ഇയർഫോണും. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു OnePlusന്റെ ഒരു ഇയർഫോൺ വേണമെങ്കിൽ മാത്രം ഈ ഒരു നോഡിലോട്ട് പോകാനേ ഞാൻ പറയത്തുള്ളൂ. അതർവൈസ് റിയൽമി ബഡ്സ് 2 തന്നെയാണ് കുറച്ച് ബെറ്റർ ആയിട്ടുള്ളത്. സെയിം ഔട്ട്പുട്ട് ഒക്കെ തന്നെയാണ് ഓൾമോസ്റ്റ് ലൈക്ക് ആ ഒരു മ്യൂസിക് ക്വാളിറ്റിയുടെ കാര്യത്തിൽ. ബേസ് ഉള്ള പാട്ടുകൾ കേൾക്കുമ്പോഴത്തേക്ക് നല്ല ബേസ് തന്നെയാണ്, എന്നാൽ നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ടുള്ള പാട്ടുകൾ കേൾക്കുമ്പോഴത്തേക്ക് അമ്മാതിരി ആ ഒരു ബാലൻസ്ഡ് ഔട്ട്പുട്ട് ആയിട്ടുള്ളത് തന്നെയാണ് കിട്ടുക.
കിട്ടുന്നത്. ഓവറോൾ ഒരിക്കലും നമുക്ക് മ്യൂസിക് ക്വാളിറ്റിയിൽ കുറ്റം പറയാൻ പറ്റത്തില്ല ഇപ്പോൾ ഒരു OnePlus Nord ഇയർഫോണിൽ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ട് ഈ ഒരു OnePlus Nord ഇയർഫോണിനെ കുറിച്ച് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞത്. 799 രൂപയ്ക്ക് നമുക്കിത് വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുമോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും OnePlusന്റെ ഒരു പ്രോഡക്റ്റ് വേണം, അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് വേണമെങ്കിൽ ഇതിലേക്ക് പോകാം. അതർവൈസ് ഞാൻ വീണ്ടും പറയുന്നത് റിയൽമി ബഡ്സ് 2 ഒരു നല്ലൊരു ഓപ്ഷനാണ്. 599 രൂപ, 600 രൂപയേ ഉള്ളൂ. 200 രൂപ നിങ്ങൾക്ക് സേവ് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഈ ഒരു 200 രൂപ എന്ന് പറഞ്ഞാൽ ആ ഒരു ഡിസൈനിന്റെ കാര്യത്തിലും പിന്നെ നമ്മുടെ ആ ഒരു ബ്രാൻഡിന്റെ പേരിലുമാണ് നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്നത്. അങ്ങനെ ആ ഒരു 200 രൂപ കൊടുക്കേണ്ട ആവശ്യം സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഉണ്ടെന്നുള്ളത്. സോ നിങ്ങൾ റിയൽമി ബഡ്സ് 2ലേക്ക് പോകുന്നതാണ് കുറച്ച് ബെറ്റർ ആയിട്ടുള്ളത്. 200 രൂപ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഞാൻ പറയുന്നത് OnePlus എന്നുള്ള ബ്രാൻഡ് വേണം, ആ ഒരു OnePlus ബുള്ളറ്റ് വയർലെസ് സിയുടെ ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു OnePlusന്റെ Nord ഇയർഫോണിലേക്ക് പോകൂ. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ OnePlus Nord ഇയർഫോണിനെ കുറിച്ചിട്ടുള്ള ഏകദേശം ധാരണ നിങ്ങൾക്ക് ലഭ്യമായി എന്ന് വിശ്വസിക്കുന്നു. ചിലപ്പോൾ ബിഗ് ബില്യൺ ഡേയ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിലൊക്കെ ചിലപ്പോൾ ഇത് 599 അല്ലെങ്കിൽ 699 വരാൻ ചാൻസ് ഉണ്ട്. എങ്കിലും ഉറപ്പായിട്ടും നമുക്ക് വാങ്ങിക്കാൻ കേട്ടോ, കണ്ണും പൂട്ടി. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ട് ജസ്റ്റ് ഷെയർ ചെയ്യുക. കൂടാതെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. കാരണം നിങ്ങളുടെ ഓരോ ലൈക്കും അതുപോലെ തന്നെ കമൻറ്റും ഒക്കെ തന്നെയാണ് എനിക്ക് പുതിയ വീഡിയോകൾ ചെയ്യാനായിട്ടുള്ളൊരു പ്രചോദനം. സോ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.